സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു ടീച്ചർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. ഗാട്ടാ ഗുസ്തി 2 എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ വിഷ്ണു വിശാൽ ഐശ്വര്യലക്ഷ്മി ആയിരുന്നു ആ പടത്തിൽ അഭിനയിച്ചത്. അവർ തന്നെയാണ് ഇതിന്റെ രണ്ടാം ഭാഗത്തിലും വരുന്നത്. സോ പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്ട് ചെയ്തേക്കുന്നതും ചെല്ല അയ്യാവു എന്ന് പറഞ്ഞ ആളാണ്. സോ പടത്തിന്റെ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി, രമ്യ കൃഷ്ണൻ, യോഗി ബാബു, കരുണാസ് അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. സോ എന്തായാലും നമുക്ക് കാണാൻ സുഹൃത്തുക്കളെ ഗാട്ടാ ഗുസ്തി 2 എന്ന് പറയുന്ന പടത്തിന്റെ ഒഫീഷ്യൽ ടീച്ചർ. So let's go. Wales film information. நிறைய பேர் காரணம் எல்லாம் கொண்டாட்டி அடிப்பாங்க. ஆனா நான் காரணத்தோட மட்டும்தான் அடிக்கணும்னு கொள்கையே வச்சிருக்கேன். என் கைக்கு வேலை வச்சிடாத. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഐശ്വര്യലക്ഷ്മി ആക്ച്വലി ഗുസ്തികളാണ്. സോ ഐ മീൻ റെസ്ലറാണ്. സോ പുള്ളിക്കാരൻ ഇതറിയാതാണ് ഇപ്പോൾ കല്യാണം കഴിക്കുന്നത്. ഒരു നാടൻ പെൺകുട്ടി വീട്ടിൽ അച്ചടക്കമായിട്ടൊക്കെ നിൽക്കുന്ന പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതാണ്. നീളത്തിലുള്ള മുടിയൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദെൻ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ ആ ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്നു. പുള്ളിക്കാരത്തി ഗുസ്തി ചെയ്യാൻ അറിയാം, ഫൈറ്റ് ചെയ്യാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് റിവീൽ ചെയ്യുന്നു. മുടിയും കാര്യങ്ങളൊക്കെ വിഗ്ഗാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കുറച്ചൊരു ഫാമിലി കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത് ഫസ്റ്റിനകത്ത്. സോ സെക്കൻഡിനകത്ത് എന്തായിരിക്കും? ഫാമിലി മാൻ. ഫസ്റ്റ് അത് ടെറർ മാൻ ആയിരുന്നു. புருஷனா இருக்கிறதே கஷ்டம். அதுலயும் ஸ்போர்ட்ஸ்ல இருக்கிற பொம்பளைக்கு ഓ இந்த எல்லா பிரச்சனையும் தீர்வுனா எப்படியாவது வேலைக்கு போக வைக்கணும். நான் குடும்பத்தை குழந்தைய பார்த்துக்கிட்டாதான் கீர்த்தியால ஃபோக்கஸா விளையாட முடியும். எனக்கு அவ ஜெயிச்சு நேஷனல் லெவலுக்கு போகணும். ഓ അങ്ങനെ പോയി കാര്യം. പുള്ളിക്കാരത്തെ സ്പോർട്സ് പേഴ്സൺ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ദെൻ പുള്ളിക്കാരത്തെ സ്പോർട്സിന് വേണ്ടി വിടുന്നു. വാവ്, നൈസ്. நம்ம குடும்பம் தூக்கிக்கலாம். அதுக்காக என் குடும்பத்தை மட்டும் இல்ல உங்க குடும்பத்தை வேணாலும் சேர்த்து பார்த்துக்குவேன். புள்ள 2 பேர் அடிச்சான்னு ஸ்கூல்ல கூப்பிட்டு விட்டா நீ போய் 4 பேர் அடிச்சுட்டு வந்திருக்க. உள்படாத எந்த கல்லும் சிலையாகாது. பார்த்தாலே தெரியுது புள்ளி இல்லை. நீங்கள் ஆவலுடன் எதிர்பார்த்த போட்டி இதோ ஆரம்பமாக போகிறது. ഓ അവന്റെ ഫൈറ്റ് ഉണ്ടോ? ജൂലൈ 3 സംഭവം കൊള്ളാമല്ലോ. അതായത് ഫസ്റ്റ് പാർട്ടിനകത്ത് ഇവർ കല്യാണം കഴിക്കുന്നതും അല്ലെങ്കിൽ ഐശ്വര്യലക്ഷ്മിയുടെ ആ ഒരു എന്താ പറയുക പുള്ളിക്കാരത്തി സ്പോർട്സ് പേഴ്സൺ ആണെന്നുള്ളത് അറിയുമ്പോൾ ഉള്ള ആ ഒരു റിയാക്ഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫാമിലിയായി, ഐ മീൻ കൊച്ചൊക്കെയായി. ദെൻ അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തിയെ സ്പോർട്സിന് വേണ്ടി വിടുന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ പുള്ളിക്കാരൻ നോക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ദെൻ അത് കഴിഞ്ഞ് ലാസ്റ്റിലൊരു ഫൈറ്റ് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ഐ മീൻ ഗുസ്തി ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും സംഭവം? അപ്പോൾ കംപ്ലീറ്റ്ലി ഇതാണ് ഒരു സ്പോർട്സ് ആയിട്ട് തന്നെ കംപ്ലീറ്റ്ലി പടം മാറിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി സ്പോർട്സിന് പോകുന്നു, പുള്ളിക്കാരൻ ഫാമിലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഫൈറ്റിന് പോകുന്നു. അപ്പോൾ ഇനി തേർഡിനകത്ത് ഇപ്പോൾ പുള്ളിക്കാരൻ സ്പോർട്സിന് പോകുന്നതായിരിക്കുമോ? അതിന് രണ്ടുപേരും കൂടെ പോകുന്നതായിരിക്കുമോ? അപ്പോൾ എന്തായാലും ജൂലൈ 3 ഇറങ്ങുന്നത്. ഐ തിങ്ക് സോ. യെസ്, ജൂലൈ 3. അപ്പോൾ അടുത്ത മാസം 3 പടം ഇറങ്ങുന്നത്. യെസ്, ഇറ്റ്സ് എ നൈസ് ടീസർ ഗൈസ്. ഇനി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ട്രെയിലറിന് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം കണ്ടപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മനസ്സിലായത്. സോ അതാണ് ഗാട്ടാ ഗുസ്തി 2 എന്ന് പറയുന്ന പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. അതിനകത്ത് കുറച്ചും കൂടെ ഒരു സ്പോർട്സ് കുറച്ചും കൂടെ ഒന്ന് അവർ എന്താ പറയുക കുറച്ചും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇതിലാണ് പോകുന്നത്. സോ യാ, അപ്പോൾ അത്രേ ഉള്ളൂ.